ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് താഴ്മ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, പൗലോസും തിമോഥെയോസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ലേഖനം എഴുതുന്നത്, ഫിലിപ്പിയർക്ക് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പൗലോസ് ഇങ്ങനെ ഒരു കാര്യം ആ സഭയെ ഓർമ്മിപ്പിക്കുന്നത്? കാരണം അന്നത്തെ കാലത്ത്, ഈ പഴയ റോമൻ കാലത്ത് താഴ്മയെന്ന് പറയുന്നത് അടിമകൾക്കും ദുർബലരായിട്ടുള്ള മനുഷ്യർക്കും മാത്രമുണ്ടാകുന്ന ഒരു ലക്ഷണമായിരുന്നു. പക്ഷെ നമ്മൾ ഈ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം എന്നുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. അതായത് ഈ ഫിലിപ്പിയ സഭയെന്ന് പറയുന്നത് വളരെ നല്ലൊരു സഭയാണ്. മറ്റുള്ള സഭകളെ ശാസിക്കുന്നത് പോലെയൊന്നും പൗലോസ് അവരോട് കഠിനമായ ഭാഷയിലൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇവർക്കുണ്ടായിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു നിഗളമുണ്ടായിരുന്നു. അപ്പം മറ്റുള്ളവരെക്കാളും ഞാൻ ശ്രേഷ്ഠനാണെന്നുള്ളൊരു ഭാവം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ പൗലോസ് അവരോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, കർത്താവായ യേശു ക്രിസ്തു ദൈവസ്വരൂപത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെയോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിൽ വന്നിട്ട് താഴ്മയോടെ ജീവിക്കാമെങ്കിൽ, നമ്മളിൽ ഒരാളായി ജീവിക്കാമെങ്കിൽ, എന്തുകൊണ്ട് കേവലം മനുഷ്യനായ വെറും സൃഷ്ടിയായ നമുക്ക് കർത്താവിനെ പോലെ തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി ജീവിക്കാൻ കഴിയത്തില്ല? അപ്പോൾ അതാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിന് അങ്ങനെ ചെയ്യാമെങ്കിൽ, കർത്താവിന് താഴ്മ ധരിക്കാമെങ്കിൽ, എന്തുകൊണ്ട് കേവലം മനുഷ്യരായ നമുക്ക് താഴ്മ ധരിക്കാൻ പറ്റുന്നില്ല? ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു വാക്യം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സങ്കീർത്തനമാണ്, അതായത് ചില കാര്യങ്ങളാണ്. സങ്കീർത്തനം 8-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് കുറേ അധികാരങ്ങൾ കൊടുക്കുന്നു. ഏതേൻ തോട്ടത്തിൽ അവനെ ആക്കി വയ്ക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവിടെ വായിക്കുന്നത്, നീ ദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി അവനെ നിർമ്മിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനവും ഒക്കെ എന്ത് ചെയ്തു, എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത്ര ചെറിയ പുള്ളികളൊന്നും അല്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, ദൈവം നമുക്ക് ഒരുപാട് അധികാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്, തേജസ്സും ബഹുമാനവും ഒക്കെ മനുഷ്യനെ അണിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത്ര ചെറിയ പുള്ളികളൊന്നും അല്ലല്ലോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ നമ്മുടെ സഭയുടെ പാസ്റ്റർ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പാസ്റ്റർ എന്ത് ചെയ്യുന്നു, എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഈ സിസ്റ്ററാണ് കുറച്ച് നാളത്തേക്ക് സഭയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്ക് തരുന്നു, സിസ്റ്ററിന് തന്നിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകുകയാണെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത എന്തുമായിരിക്കും, അയ്യോ ഇത്രയും സഭയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് പാസ്റ്റർ എന്ത് ചെയ്തു, എനിക്കാണ് ഈ ഒരു അധികാരം തന്നത്, എന്നോടാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന്. അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നു, എനിക്ക് തന്നു. അപ്പം എൻ്റെ മനസ്സിൽ എന്തുണ്ടായി, ഞാനെന്നൊരു ഭാവമുണ്ടായി, ഞാൻ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠയായതുകൊണ്ടാണ് എനിക്ക് തന്നതെന്നുള്ളൊരു ഭാവം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മനസ്സിലൊരു നിഗളം വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ചില കാര്യങ്ങളൊക്കെ എനിക്കായിട്ട് ചെയ്യാൻ പറ്റും. അതായത് വൈകിട്ട് നടക്കുന്ന ആരാധന എന്ത് ചെയ്യും, രാവിലത്തേക്കാക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ രീതിയിൽ കുറച്ച് റൂൾസൊക്കെ ചേഞ്ച് ചെയ്യാം. എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും ഞാനിങ്ങനെ ചെയ്യുന്നത്
പാസ്റ്ററോട് കാണിക്കുന്ന ഒരു അനുസരണക്കേടല്ലേ? എന്നോട് പാസ്റ്റർ പറഞ്ഞിട്ട് പോയത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം, സഭയെ എല്ലാ കാര്യങ്ങളും നോക്കണം, ആർക്കും ഒരു ഇടർച്ച ഉണ്ടാവരുത്, ഒരു പ്രയാസം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഉപദേശം തന്നിട്ട് പോയത്. പക്ഷേ ഞാനെന്താ ചെയ്യുന്നത്? എൻ്റെ മനസ്സിൽ ആദ്യം ഒരു നിഗളമുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് പാസ്റ്ററോട് അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വേറെ 2 വ്യക്തികളുമായിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. അതായത് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ആദിമ മനുഷ്യരായ ആദാമിനെ ഹൗവയും ദൈവം ഇതുപോലെ തേജസ്സും ബഹുമാനമൊക്കെ അണിയിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്ത് സൃഷ്ടിച്ചത്. പക്ഷേ അവിടെ നമ്മൾ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദൈവം അവർക്ക് എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണ്? അവർക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാം, ദൈവത്തെ നേരിട്ട് കാണാം, ദൈവം അവരെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് ഒരു പണിയും ചെയ്യേണ്ട, ഒരു ജോലിയും ചെയ്യാതെ അവർക്ക് ഫുഡ് കഴിക്കാം. ആകെ ദൈവം പറഞ്ഞത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവിടെയുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് തിന്നാം, പക്ഷേ നടുവിലുള്ള ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുത്. ആ ഒരു നിബന്ധന മാത്രമേ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും തേജസ് ബഹുമാനവും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കാം. അവിടെ നമ്മൾ കാണുന്നത്, ദൈവം എന്ത് ചെയ്തു? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നവിടെ ദൈവം പറയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 3-ാം അധ്യായം 4-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ പാമ്പ് സ്ത്രീയോട് പറയുന്നു, നിങ്ങൾ മരിക്കത്തൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കഴിക്കുന്ന നാളിൽ, ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾക്ക് നന്മ തിന്മകളെ തിരിച്ചറിയുന്നവരായി നിങ്ങൾ മനുഷ്യരെ പോലെയല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. അപ്പം ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ കഴിക്കരുതെന്ന് ദൈവം പറയുന്നത് എന്നാണ് പാമ്പ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഈ പുള്ളി എന്താ ചെയ്തതെന്നറിയാമോ? ഈ ഹൗവ എന്ത് ചെയ്തു? ഈ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജ്ഞാനം കിട്ടും, ഞാൻ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ചിന്ത. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഞാനെന്ന ഭാവം, അതായത് ഒരു നിഗളം അവളുടെ ജീവിതത്തിൽ വന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്? സ്ത്രീ ആ ഫലത്തിലേക്ക് നോക്കിയത്. അതായത് പാമ്പ് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നപ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ അവരുടെ മനസ്സിൽ ആദ്യം നിഗളമുണ്ടായ ശേഷം അവർക്ക് അനുസരണക്കേടിലേക്ക് പോയി. അപ്പം നിഗളം നമ്മളെ അനുസരണക്കേടിലേക്ക് നയിച്ചു. ആദിമ മനുഷ്യരായ ആദാമും ഹൗവയും എന്ത് ചെയ്തു? അനുസരണക്കേടിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണം ഈ നിഗളം തന്നെയാണ്, അല്ലേ? നമുക്ക് ഈ ഒരു കുറിവാക്യം കൂടി ബന്ധപ്പെടുത്തി നമുക്ക് ആലോചിക്കാം. അവിടെ നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരാനുള്ള കാരണം എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ താഴ്മയാണ്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനായ ആദാം ദൈവത്തോട് നിഗളം കാണിച്ചു, അനുസരണക്കേടിലേക്ക് പോയപ്പോൾ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? നിഗളം ഭാവമില്ലാതെ, അതായത് താഴ്മ ധരിച്ചുകൊണ്ട് അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം ഈ ഒരു ഉപദേശം, അതായത് അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം എന്തായിരുന്നു? അവർ അങ്ങനെ ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിഗളം ഉണ്ടായതുകൊണ്ട് അവർക്ക് കിട്ടിയ പ്രശ്നം എന്തോ? അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരെ ദൈവം ഏദേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധി താഴുക. നമ്മൾ തന്നെത്താൻ താഴ്ത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്.